എന്തായിരുന്നു നിൻ കൗമാര സ്വപ്നത്തിൽ ഞങ്ങൾക്കറിയാത്ത കൊച്ചു ദുഃഖം? എന്തായിരുന്നാലും ഞങ്ങളോടോതുവാൻ എന്തൻ മകളെ മടിച്ചു. മക്കളെ, രവീന്ദ്രൻ തളീക്കര എന്ന കവിയുടെ കവിതയിലെ കുറച്ച് വരികളാണിത് കേട്ടോ. ഇത് എന്നെ കേൾക്കുന്നവർ ബാല്യവും കൗമാരവും ഒക്കെ നുകരുന്നവരാണ്, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളാണ്. ഞാനിപ്പോൾ ചൊല്ലിയ ഈ വരികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? പെട്ടെന്നൊരു ദിവസം അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് ഇറങ്ങിപ്പോയ ഒരു കുട്ടിയുടെ ചിത്രമാണ് അവിടെ. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരച്ഛൻ്റെ വേദനയാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ കാണുന്ന വാർത്തകളിലൊക്കെ ഒരു ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളെ ഒട്ടും നേരിടാൻ പറ്റാതെ മക്കളെല്ലാം ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ കണ്ടു നിൽക്കുന്നവർക്ക്, നിങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർക്ക് വളരെ വിഷമമുണ്ട്, വളരെ സങ്കടമുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹൈ സ്പീഡിൽ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് വാങ്ങിത്തരാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ റീചാർജ് ചെയ്ത് തരാത്തതിൻ്റെ പേരിലോ, ഒരു 1-2 മാർക്ക് കുറയുന്നതിൻ്റെ പേരിലോ, വിചാരിച്ച ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിലോ, മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അവസാനിപ്പിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടവരല്ല നിങ്ങൾ. കാരണം നിങ്ങളെ കാത്തു നിൽക്കുന്നത് മനോഹരമായൊരു വർണ്ണപ്രപഞ്ചമുണ്ട്, നല്ലൊരു ഭാവി കാലമുണ്ട്. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ഇടമുണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ട് ഞങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ രക്ഷിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്. അതുമല്ലെങ്കിൽ മറ്റ് വഴികളുണ്ട്. ചൈൽഡ് ഹെൽപ്പ് ലൈനുകളുണ്ട്. മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഇത്തരം നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്ന വഴിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നമുക്ക് പഠനത്തെ ഒരു ലഹരിയാക്കാം, വായനയെ ഒരു ലഹരിയാക്കാം, നിങ്ങളുടെ കഴിവുകളെ ഒരു ലഹരിയാക്കി മാറ്റാം. ഇത്ര മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കുഞ്ഞുങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നല്ല ഊർജത്തോടെ നിങ്ങളുടെ ഈ ഒരു കാലത്തെ നിങ്ങൾ ആസ്വദിക്കുക. മനോഹരമായ മറ്റൊരു കാലത്തിനായിട്ട് കാത്തിരിക്കുക. ഒരുപാട് ഇഷ്ടത്തോടെ ശ്രുതി ടീച്ചർ.